സർ, അജ്മൽ കസബിന് വേണ്ടി വാദിക്കുന്ന ഹമാസിനെ ആരാധിക്കുന്ന തുഷാർ ഗാന്ധി കഴിഞ്ഞ ദിവസം വർക്കലയിൽ വന്നപ്പോൾ RSSകാർ തടഞ്ഞു എന്നാണ് വാർത്ത. അതിന് സന്ദീപ് വാര്യർ പറയുന്നത് മസ്സിലുള്ള മണ്ടന്മാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് മസ്സിൽ കാണിച്ച് ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന മണ്ടന്മാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ആരാണ് ഈ തുഷാർ ഗാന്ധി? യഥാർത്ഥത്തിൽ വളരെ ദൗർഭാഗ്യകരമായൊരു അന്തരീക്ഷം ആണ്. വർക്കലയിലെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ഐതിഹാസികമായ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികം അത് ശിവഗിരിയിൽ 12ാം തീയതി നടന്നു. ആ പരിപാടിയിലെ ഒരു മുഖ്യ അതിഥിയായും പ്രഭാഷകനുമായിട്ടാണ് തുഷാർ ഗാന്ധി ക്ഷണിക്കപ്പെട്ടു വന്നത്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചു പോയത് വിധ്വംസകമായ ചില പരാമർശങ്ങളോടെയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ സംഘാടകരും സച്ചിദാനന്ദ സ്വാമിയൊക്കെ ഈ തുഷാർ ഗാന്ധി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ അദ്ദേഹത്തെ ക്ഷണിച്ചത്? ഗാന്ധി കുടുംബത്തിലെ ഒരംഗം എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ അവദാനങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തുഷാർ ഗാന്ധിയുടെ പശ്ചാത്തലം അദ്ദേഹം ഹമാസിനെ പിന്തുണയ്ക്കുന്ന, ഹമാസ് എന്ന ഭീകര സംഘടനയെ വെള്ളപൂശുന്ന റിട്ടേൺ ടു പാലസ്റ്റീൻ എന്ന ഒരു സംഘടനയുടെ അംബാസഡറാണ്. അദ്ദേഹം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, ഭീകര പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രണേതാവായി രംഗത്ത് വന്നിട്ടുള്ള ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അവിടെ പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ സംഘടനയായ പേട്രിയോട്ടുകളുടെ, യഥാർത്ഥ പേട്രിയോട്ടുകളുടെ സംഘടനയായ RSSൻ്റെ പ്രവർത്തനങ്ങളെ നിന്ദിക്കുകയും ആ സംഘടന അപഹസിച്ച് സംസാരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് നെയ്യാറ്റിൻകര തിരുവനന്തപുരത്തിൻ്റെ സബർബിൽ വെച്ച് ചിലർ തടയാൻ നിർബന്ധിതമായത്. ഇത് തടഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തുഷാർ ഗാന്ധി കൂടുതൽ എക്സ്പോസ്ഡ് ആയത്. കാരണം മാധ്യമങ്ങളെല്ലാം ഗാന്ധിജിയുടെ ചെറുമകൻ എന്നായിരുന്നു. ചെറുമകൻ്റെ മകനാണ് ഗാന്ധിജിയുടെ മകൻ മണിലാൽ. ഗാന്ധിയുടെ മകൻ അരുൺ മണിലാൽ ഗാന്ധിയുണ്ട്. ആ അരുൺ മണിലാൽ ഗാന്ധിയുടെ മകനാണ് തുഷാർ ഗാന്ധി. അപ്പോൾ ഗാന്ധി തലമുറയിലെ എത്രാമത്തെ ആളാണ്? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഗാന്ധി കുടുംബനാമവും സർനെയുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഗാന്ധി നിന്നയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം കേരളവും പാലസ്തീനും അദ്ദേഹത്തിൻ്റെ ഇഷ്ട പ്രദേശങ്ങളും വിഷയങ്ങളുമാണ്. ഇവിടെ വരാനൊക്കെ വലിയ ആവേശമാണ്. ക്ഷണിക്കാത്ത കാര്യമേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ, അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കാനിടയായത്. അദ്ദേഹത്തെ ക്ഷണിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ തുഷാർ ഗാന്ധി ആരാണെന്ന് തുറന്നു നോക്കി അറിയാനൊന്നും പറ്റിയെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ക്ഷണിക്കപ്പെടേണ്ട ഒരാളല്ല. ബോംബെ ഭീകര ആക്രമണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് വധശിക്ഷ കൊടുക്കരുതെന്ന് രാഷ്ട്രപതിക്ക് ഇദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇസ്രായേലിലെ പ്രത്യാക്രമണത്തിൽ പാലസ്തീനിൽ കൊല്ലപ്പെട്ട ഭീകരനെ വധിച്ചപ്പോൾ അതിനെ അപലപിച്ച ആളും ഇദ്ദേഹമാണ്. ഇത് തുഷാർ ഗാന്ധിയാണ്. അപ്പോൾ തുഷാർ ഗാന്ധി ഹമാസിന് പിന്തുണ. ഹമാസ് എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഒരുവിധം നിഷ്പക്ഷമതികൾക്കെല്ലാം അറിയാം. ഭീകരതയെ പ്രണയിക്കുന്നവരൊഴികെയുള്ളവരെല്ലാം ഹമാസിനെ അപലപിക്കുന്നുണ്ട്. ഈ ഹമാസിൻ്റെ വെള്ളപൂച്ചുന്ന സംഘടനയുടെ അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്നു തുഷാർ ഗാന്ധി. അപ്പോൾ ഈ തുഷാർ ഗാന്ധിയാണോ യഥാർത്ഥത്തിൽ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള മഹാസംഗമത്തിൻ്റെ വാർഷികത്തിന്, 100ാം വാർഷികത്തിന് വരേണ്ടിയിരുന്നത് എന്നത് അതിൻ്റെ സംഘാടകർ ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ തുഷാർ ഗാന്ധി വന്നു പോയതിൻ്റെ പിന്നാലെ വർക്കലയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഇൻ്റർപോൾ, ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക തട്ടിപ്പുകാരൻ, അമേരിക്കയിലെ പിടികിട്ടാപ്പുള്ളിയായ ഒരു ലിത്വാനിയനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെരിഫൈ ചെയ്തിട്ട് സ്ഥിരീകരിക്കാൻ പറ്റാത്ത സോഴ്സിൽ നിന്ന് അറിയുന്നത് ഇദ്ദേഹം തുഷാർ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചു എന്നാണ്. അതിന് പോലീസ് അതിൻ്റെ തെളിവുകൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ തരം ബാക്ക്ഗ്രൗണ്ടും വളരെ ഡൂബിയസായ പശ്ചാത്തലങ്ങളും ഒക്കെ ഉണ്ടെന്ന് സംശയിക്കാവുന്ന ഒരാൾ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ വരിക എന്ന് പറയുന്നത്, അതിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നത് കേരളത്തിന് തന്നെ ഭൂഷണമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ
ഈ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പിൻപറ്റാൻ വരുന്നത് തന്നെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സാർ, ഈ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ RSS കാരനാണെന്നുള്ളൊരു പരാമർശം കുറേ നാളുകളായുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യമോ അത്തരത്തിലൊരു ആ ഒരു രീതിയെ കൊണ്ടാണ് അദ്ദേഹം ഈ RSSനെ എതിർക്കുന്നത്. സത്യത്തിൽ അതൊരു നുണപ്രചരണമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ നടത്തിയ നാഥുറാം ഗോഡ്സെ RSSലെ അംഗം പോലും ആയിരുന്നില്ല. അദ്ദേഹം ഗോപാൽ ഗോഡ്സെ അടക്കമുള്ള ആളുകൾ ആരും RSSനുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ നെഹ്റു ഗവൺമെൻറ് ഈ ഗാന്ധി വധത്തിന് തൊട്ടു പിന്നാലെ RSSനെ നിരോധിച്ചു. അത് അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു. ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കുന്നതിനേക്കാൾ എളുപ്പവും സൗകര്യവും രാഷ്ട്രീയ രംഗത്തില്ലാത്ത സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സേവന സന്നദ്ധ സംഘടനയായ RSSനെ നിരോധിക്കുന്നതാണ്. അപ്പോൾ ഹിന്ദു മഹാസഭയ്ക്ക് പോകേണ്ടിയിരുന്ന ഒരു നിരോധനാശയം RSSൻ്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു. പിന്നീട് നടന്ന എല്ലാ അന്വേഷണങ്ങളിലും RSSന് അതിലും പങ്കില്ല എന്ന് തെളിയുകയും അത് ശാശ്വതമായി ആ ദുഷ്പ്രചരണം അവസാനിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പ്രണേതാക്കളും RSSൻ്റെ ശത്രുക്കളും RSSനെ ഗാന്ധിവധവും ആയിട്ട് കൂട്ടിക്കണക്ട് ചെയ്ത് പറയാറുണ്ട്. RSS പലതവണ അതിനെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ആരോപണം കേട്ട RSS നേതൃത്വം നിശബ്ദത പാലിക്കുകയാണ്. കാരണം അതിന് തെളിവൊന്നുമില്ല. തെളിവില്ല എന്ന് മാത്രമല്ല, അതൊരു നുണയാണ്. ഈ കേരളത്തിൽ ഏറ്റവും അടുത്ത കാലത്ത് ജസ്റ്റിസ് KT തോമസ് RSSൻ്റെ പേരിൽ ഇത് കെട്ടിവയ്ക്കുന്നതിനെ അദ്ദേഹം പരിശോധിച്ച ഒരാളാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, കഴമ്പുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ അദ്ദേഹം വരുത്തി. ഈ RSSനെ പറ്റി ഒരു പരാമർശവുമില്ല. ഗാന്ധി വധം അന്വേഷിച്ച ഒരു ഏജൻസിയും RSSനെ കുറ്റപ്പെടുത്തുന്ന പരാമർശമോ അഭിപ്രായമോ വിദൂരമായ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് പോലും പറയുന്നില്ല. അപ്പോൾ അതൊരു ദുരാരോപണമാണ്. പ്രബലമായൊരു സംഘടനയെ ആക്രമിക്കുക വഴി അതിൻ്റെ ശത്രുക്കൾക്ക് മുമ്പ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി എന്തെങ്കിലും മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതേസമയത്ത് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ് ഇന്നലെ വരെ BJPയുടെ വക്താവായിട്ട് നടന്ന ഒരാൾ ഇന്ന് RSSനെ കുറ്റപ്പെടുത്തിയെന്ന് കിട്ടും. അപ്പോൾ അതും ഈ തുഷാർ ഗാന്ധി ഇടപാട്. തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയേക്കാളും മഹാനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രബോധം. പക്ഷേ അദ്ദേഹത്തിന് ഈ പാലസ്തീൻ സംഘടനയെ വെളുപ്പിക്കുന്ന ഹമാസിനെ വെളുപ്പിക്കുന്ന പാലസ്തീൻ സംഘടനയുടെ അംബാസഡറാണ് ഈ തുഷാർ ഗാന്ധി എന്നുള്ള കാര്യം സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടതാണ്.